2026 ഫിഫ വേൾഡ് കപ്പിന്റെ കോ ഹോസ്റ്റ് കൺട്രിയായ USA മത്സരമാണ് ഇപ്പോൾ അത് കഴിഞ്ഞത്. പരഗ്വേനെ 4-1 തോൽപ്പിച്ചത്. നല്ല അടിപൊളി കളിയായിരുന്നു USA അടുത്ത് ഉണ്ടായിരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു RYN ടോക്സ്. ലോകകപ്പ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോദിട്ടോ. കളി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം USA കോ ഹോസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹോം സപ്പോർട്ട് അതിഭയങ്കരമായിരുന്നു എന്നുള്ളതാണ്. കളിയുടെ 7-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോൾ വന്നു, പക്ഷെ അത് സെൽഫ് ഗോൾ ആയിരുന്നതാണ്. പരഗ്വേയുടെ ഡിഫൻഡറിൽ നിന്നുള്ള സെൽഫ് ഗോൾ ആയിരുന്നു. ക്രിസ്ത്യൻ പുളിസിച്ചിന്റെ ഇടതുവശത്ത് നിന്നുള്ള ഒരു ഡേഞ്ചറസ് ക്രോസ് ആയിരുന്നു ആ ഗോളിലേക്ക് കലാശിച്ചത്. 31-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ. പുലിസിച്ചിന്റെ അസിസ്റ്റോടെ ബലോഗൻ ഒരു ക്ലിനിക്കൽ ഫിനിഷ് ആയിരുന്നത്. സ്കോർ 2-0. ഫുൾ ആധിപത്യം തന്നെയായിരുന്നു അമേരിക്ക. ഫസ്റ്റ് ഹാഫിൽ ഫുൾ ആധിപത്യം തന്നെയായിരുന്നു, ഫുൾ കൺട്രോൾ. പരക്കെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഹാഫ് ടൈമിന് തൊട്ട് മുന്നേ ടിൽമാന്റെ അസിസ്റ്റോടെ ബലോഗൻ വീണ്ടും ഗോൾ നേടി. സ്കോർ 3-0. ഫസ്റ്റ് ഹാഫിൽ പരകയ്ക്ക് ഒരു ക്ലിയർ ചാൻസ് പോലും ലഭിച്ചില്ല എന്നുള്ളത്. ഇവർക്ക് കൗണ്ടർ പോകാൻ അറിയാത്തതാണോ അതോ കൗണ്ടർ പോകാൻ ശ്രമിക്കാത്തതാണോ എന്നൊന്നും അറിയില്ല. കാരണം അവർക്കത് പറ്റുന്നില്ലായിരുന്നില്ല. രണ്ടാം പകുതിയിൽ പരക്കെ ചില മാറ്റങ്ങൾ വരുത്തി ആക്രമണം കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം കണ്ടിട്ടുണ്ടായിരുന്നു. 73-ാം മിനിറ്റിൽ ആശ്വാസ ഗോളും പിറന്നു. നല്ലൊരു ഗോളായിരുന്നു ഇത്. പരകയ്ക്ക് വേണ്ടി മൗറീഷ്യ ആയിരുന്നു ആ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചുറി ടൈം 7 മിനിറ്റ് ആയിരുന്നു റഫറി നൽകിയിട്ടുണ്ടായിരുന്നത്. കളി ഏകദേശം കഴിഞ്ഞു നമ്മൾ കരുതിയാണ്. അവസാന മിനിറ്റിലായിരുന്നു USA 4-ാമത്തെ അടി. ആൻഡ് റെയ്നയുടെ വക നല്ലൊരു അടിപൊളി ഗോൾ തന്നെയായിരുന്നു കേട്ടോ അത്. സ്കോർ 4-1. ഞാൻ പരകിൽ നിന്ന് നല്ലൊരു ഗെയിം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടൈറ്റ് മാച്ച് ആയിരുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. USA ആധിപത്യം തന്നെയായിരുന്നു. പരകയ്ക്ക് 1-2 ചാൻസുകൾ അവർ നോക്കിയെങ്കിലും പക്ഷെ കിട്ടിയിട്ടില്ല. ഒരു ആശ്വാസ ഗോൾ ഇട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ആശ്വാസ ഗോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. നമുക്കറിയാം ഈ വേൾഡ് കപ്പിൽ മൂന്നാമത്തെ സ്ഥാനക്കാർക്ക് കൂടി കയറാൻ പറ്റും. 12 ഗ്രൂപ്പിൽ നിന്ന് 8 മൂന്നാം സ്ഥാനക്കാർക്ക് കയറാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അവിടെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും മേജർ ആയിട്ട് വരുന്നത്. അടുത്ത കളിയിൽ ജയം പിടിച്ചു കഴിഞ്ഞാൽ പരകയ്ക്ക് ഒരു പക്ഷേ കയറാവുന്നതേ ഉള്ളൂ. എന്തായാലും USA രാജകീയമായി തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്.